എഞ്ചിൻ ഘടിപ്പിച്ച വാഹനങ്ങളും ഇല്ലാത്ത കാലത്ത് കച്ചവട സാധനങ്ങളുമായി വയനാട്ടിലേക്കും മറ്റും യാത്ര പോയിരുന്ന കാളവണ്ടി, കുതിരവണ്ടി എന്നിവക്കും അതിലെ യാത്രക്കാർക്കും ഇടത്താവളവും വിശ്രമ സ്ഥലവുമായിരുന്നു അടിവാരം. ആദ്യഘട്ടത്തിൽ അറക്കൽ രാജവംശത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു അടിവാരവും സമീപ പ്രദേശങ്ങളും. ഏതാണ്ട് 1918 കോഴിക്കോട് മാമുക്കോയ എന്ന സുഗന്ധദ്രവ്യ കച്ചവടക്കാരൻ അറക്കൽ കുടുംബത്തിന്റെ സമ്മതപ്രകാരം അടിവാരത്തെത്തിച്ചേരുകയും ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൽ നിന്നും ചൂരൽപന്തം, ചീനിക്ക, തേൻ, ഏലം, കുരുമുളക് മുതലായവ ശേഖരിച്ചു തുടങ്ങുകയും ചെയ്തു. ഈ കച്ചവടക്കാരനാണ് അടിവാരത്ത് ആദ്യമായി ഒരു പള്ളിക്കു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് യാത്രക്കാർ തോട്ടിലിറങ്ങി വുളു ചെയ്ത് അവിടെയുള്ള പാറയിൽ മുണ്ട് വിരിച്ച് നിസ്കരിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ശാന്തമായി ഒഴുകുന്ന തോടിനരികിൽ മരത്തിന്റെ 4 കാലുകൾക്ക് മുകളിൽ വിരിച്ചിട്ട പലകകൾ കൊണ്ടായിരുന്നു ആദ്യത്തെ പള്ളി നിർമ്മാണം. കോഴിക്കോട് മാമുക്കോയയും കൊഴപ്പത്തൊടിക്കാരുടെ കാര്യസ്ഥനായിരുന്ന സുൽത്താൻ ഹാജിയും നാട്ടുകാരായ പുതിയനവളപ്പിൽ ഹസൻകുട്ടി, അഹമ്മദ് കുട്ടി മൊല്ലാക്ക, കുഞ്ഞായിൻ ഡ്രൈവർ, വെല്ലൻ കുഞ്ഞമ്മു എന്നിവരാണ് ആ പള്ളിക്ക് തുടക്കമിട്ടത്. സ്രാമ്പിയ എന്ന പേരിലാണ് ഇതറിയപ്പെട്ടിരുന്നത്. 20ഓളം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ കാലത്ത് അടിവാരത്തെ കുടിയേറ്റക്കാർ ഉടുങ്ങാക്കാട് പള്ളിയെയാണ് ജുമാക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത്. മരപ്പലകയിൽ തീർത്ത സ്രാമ്പിയയിൽ നിന്നും പള്ളി കാലത്തിനനുയോജ്യമായ മാറ്റങ്ങൾക്ക് വിധേയമായി തുടങ്ങി. ഈ സ്രാമ്പിയ പൊളിക്കുകയും അവിടെ ഓടിട്ട ഒരു പള്ളിയുടെ പണി തുടങ്ങുകയും ചെയ്തു. കൊഴപ്പത്തൊടി അഹമ്മദ് കുട്ടിയാജി എന്ന ഭൂ ഉടമയാണ് അതിന് നേതൃത്വം നൽകിയത്. ഓട വെട്ടുന്നതിനു വേണ്ടി നിലമ്പൂർ കോവിലകം ഭാഗ ഭൂമി ചാർത്തു വാങ്ങി കുടിയേറി പാർത്ത കൊഴപ്പത്തൊടി കുടുംബത്തിലെ കാരണവരും അന്നത്തെ മദ്രാസ് അസംബ്ലിയിലെ MLA കൂടിയായിരുന്ന കൊഴപ്പത്തൊടി അഹമ്മദ് കുട്ടി ഹാജിയാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വ്യക്തമായ സ്വാധീനവും സഹായവും ആ പള്ളി നിർമ്മിക്കുന്നതിലുണ്ടായിട്ടുണ്ട്. പള്ളിയുടെ ഓട്ടുറാന്തലുകളിൽ തിരി തെളിയിക്കുന്നതിനും ബാങ്ക് വിളിക്കുന്നതിനും അന്നത്തെ മുഅദ്ദിനായിരുന്ന ആലിയമ്മ മൊല്ല എന്നിവരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർക്ക് വേണ്ട ഭക്ഷണവും താമസ സ്ഥലങ്ങളും ഒരുക്കുന്നതിനു വേണ്ടി പള്ളിയോടടുത്ത് ഒരു ചെറിയ കട കൂടി അദ്ദേഹം തുടങ്ങി. അതിൽ കച്ചവടം നടത്തിയ 6-ാം മൈലിലെ വള്ളിയാട്ടുമ്മൽ കോയക്കുട്ടി എന്ന വ്യക്തി നാട്ടുകാർക്ക് അന്ന് സുപരിചിതനാണ്. ഹൗദിൽ വെള്ളം നിറക്കുകയും അനുബന്ധമായ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരുന്നത്. കൊഴപ്പത്തൊടിക്കാർക്ക് ചാർത്തി കിട്ടിയ ഭൂമിയിൽ പണിയെടുക്കുന്നതിനായി തങ്ങളുടെ നാട്ടിൽ നിന്നും അവർ തൊഴിലാളികളെ കൊണ്ടുവരികയും അവർക്ക് താമസ സൗകര്യം നൽകുകയും ചെയ്തു. താമസക്കാരുടെ വർധനവ് മെല്ലെ മെല്ലെ പള്ളിയിൽ ആളുകൾ വർദ്ധിക്കാൻ കാരണമായി. അതിനനുസൃതമായി പള്ളി പുതുക്കി പണിയണമെന്നും ജുമാ ആരംഭിക്കണമെന്നുമുള്ള ചിന്തയുണ്ടായി. പള്ളിയിൽ ജുമാ ആരംഭിക്കുന്നതിനായി CP പര്യൈ ഹാജി, എരഞ്ഞോണ കാദിരി ഹാജി, PV ഹസൻകുട്ടി, കുഞ്ഞായിൻ ഡ്രൈവർ, പോയിൽ മുഹമ്മദ്, തൊണ്ടമല അഹമ്മദ് കുട്ടി എന്നിവർ ഉൾക്കൊള്ളുന്ന 7 അംഗ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ജുമാ ആരംഭിക്കുന്നതിനായി ഒരു പണ്ഡിത ശ്രേഷ്ഠന്റെ നിർദ്ദേശം സ്വീകരിക്കുകയായിരുന്നു ആദ്യ പരിപാടി. കമ്മിറ്റി ഭാരവാഹികൾ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. 1956 അടിവാരം മഹലിന്റെ അതിർത്തി കണക്കാക്കി. വേഞ്ചേരി പുഴ, ആനോറ കിഴക്കേ ഭാഗം, പൊട്ടിക്കൈ, പട്ടരാട്, ചാമുണ്ടി, 4-ാം വളവ് എന്നിവയായിരുന്നു മഹലിന്റെ അതിർത്തികൾ. വീട് വെച്ച് സ്ഥിരതാമസമാക്കിയവരുടെ എണ്ണവും അടുത്ത മഹല്ലായ കൈതപ്പോയിലിൽ നിന്ന് സമ്മതം വാങ്ങലും പോക്കർകുട്ടി മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം നടന്നു. മദ്രസയിലെ മുദരിസായിരുന്ന കളരാന്തിരി കുഞ്ഞോതി മുസ്ലിയാർ ആദ്യ ഖതീബിന്റെ ചുമതല ഏൽക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹവും നാട്ടുകാരുടെ പ്രാർത്ഥനയും പ്രവർത്തനവുമായി 1372 റബീഉൽ ആഖിർ 13 1/3/1956 അടിവാരം ജുമാ മസ്ജിദിൽ ജുമാ ആരംഭിച്ചു. വാവാട്ട് തൊടുക അഹമ്മദ് കുട്ടി മൊല്ല,
കൈതക്കാടൻ അഹമ്മദ് കുട്ടി മൊല്ല, ചേപ്പാല അഹമ്മദ് കുട്ടി മൊല്ലാക്ക തുടങ്ങിയവർ വിവിധ കാലങ്ങളിലായി മുഅദ്ദിന്മാരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കച്ചവടക്കാരും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെടുന്നവരുമാണ് ആദ്യകാലത്ത് പള്ളിയിൽ അധികവും ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് കുടിയേറ്റ സമ്പ്രദായം വ്യാപിച്ചു. സ്ഥിരതാമസക്കാരുടെ സാന്നിധ്യം വർദ്ധിച്ചു. ഇത് പള്ളിയുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായി. കമ്മിറ്റിക്കാർ ആ പള്ളി പൊളിച്ച് വലുതാക്കി മറ്റൊരു പള്ളി നിർമ്മിക്കുന്നതിന് നിർബന്ധിതരായി. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി കോയപ്പത്തൊടി ബച്ചൻ മുതലാളിയെയും കോയപ്പത്തൊടി കുഞ്ഞാത്തുമ്മ എന്നിവരെയും കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. പിന്നീട് ബാഫക്കി തങ്ങളുടെ നിർദ്ദേശവും അനുമതിയും ലഭിക്കാൻ കമ്മിറ്റി അംഗങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. ബാഫക്കി തങ്ങളുടെ നിർദ്ദേശപ്രകാരം ബച്ചൻ മുതലാളിയും കോയക്കുട്ടി ഹാജിയും ഒരു വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി അടിവാരത്തെത്തി. ജുമാക്ക് ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ പള്ളി പൊളിച്ച് തറ കീറി തുടങ്ങി. തുടർന്ന് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാമ്പത്തികമായി ഒരു തടസ്സമില്ലാതെ പരിഹരിക്കുന്നതിനായി നിർമ്മാണം പുനരാരംഭിക്കുന്നതിനായും ഒരു തവണ കൂടി ബാഫക്കി തങ്ങളെ ചെന്നു കാണുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണിയത്തുസ്താദിന്റെയും ബാഫക്കി തങ്ങളുടെയും നേതൃത്വത്തിൽ കോഴിക്കോട് ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. യോഗത്തിൽ തറ നിർമ്മാണം ബച്ചൻ മുതലാളിയും ചുമർ നിർമ്മാണം കുഞ്ഞാത്തുമ്മയും ഏറ്റെടുത്തു. കാലങ്ങൾക്ക് ശേഷം അടിവാരം മഹലിന്റെ ഖബർസ്ഥാനിന് സ്ഥലം നൽകിയതും അവർ തന്നെയാണ്. അള്ളാഹു അവർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പള്ളിക്ക് ബാഫക്കി തങ്ങൾ തറക്കല്ലിടുകയും തറ പണി പൂർത്തീകരിക്കാൻ മാധവൻ എന്ന കരാറുകാരനെ ഏൽപ്പിക്കുകയും ചെയ്തു. ശേഷിച്ച പണികൾ നാട്ടുകാരുടെ സജീവ പങ്കാളിത്തത്തിൽ പുരോഗമിച്ചു. പള്ളിക്കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും വിയർപ്പിന്റെ അനന്തരമെന്നോണം പള്ളിയുടെ ചുമർ ഉയർന്നു. നിലത്ത് വിരിക്കാൻ ഓട് സംഭാവന ചെയ്തത് പൂനൂർ സ്വദേശി RP അബൂബക്കർ ഹാജിയായിരുന്നു. കമ്മിറ്റി ഭാരവാഹികളുടെ പ്രവർത്തനവും ജനങ്ങളുടെ സഹായവും പ്രാർത്ഥനയും കൊണ്ട് പള്ളിപ്പണി പൂർത്തീകരിച്ചു. 1398 റബീഉൽ ആഖിർ 18-ന് 11/3/1974 അനുഗ്രഹീതനായ പാണക്കാട് പൂക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അസർ നിസ്കാരത്തോടെ പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. EK അബൂബക്കർ മുസ്ലിയാർ, അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ, ഡോക്ടർ സിയാലി താമരശ്ശേരി എന്നിവരുടെ സാന്നിധ്യവും ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു. മഹല്ല് രൂപീകരണത്തിന് ശേഷം പരപ്പൻപോയിൽ പോക്കർകുട്ടി മുസ്ലിയാരും ശേഷം അണ്ടോണ അബ്ദുള്ള മുസ്ലിയാരുമായിരുന്നു കാളിമാർ. അദ്ദേഹത്തിന്റെ വഫാത്തിനു ശേഷം വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ കാളിയായി. ഇന്ന് കോഴിക്കോട് കാളി മുഹമ്മദ് കോയ ജമലുല്ലേലി തങ്ങളാണ് മഹല്ലിന്റെ കാളി. ഒരുപാട് ഖത്തീബുമാരും മുഅദ്ദിന്മാരും പള്ളിയുടെ സേവകരായി ഉണ്ടായിട്ടുണ്ട്. കൂട്ടത്തിൽ പൂനൂർ അബ്ദുള്ള മുസ്ലിയാർ പ്രത്യേകം സ്മരിക്കപ്പെടേണ്ടതാണ്. അതുപ്രകാരം 17 വർഷത്തോളം മുഅദ്ദിനായിരുന്ന കമ്പളക്കാട് അബ്ദുറഹിമാൻ മുസ്ലിയാർ എന്ന മൊല്ലാക്ക ഉസ്താദും പ്രത്യേകമായി സ്മരിക്കപ്പെടേണ്ടവരാണ്. പഴയകാല കമ്മിറ്റികളുടെ പ്രമുഖരായി കോയപ്പത്തൊടിയുടെ മാനേജർ അബ്ദുള്ളക്കുട്ടി ഹാജി, PV ഹസൻകുട്ടി, കുഞ്ഞായിൻ ഡ്രൈവർ, C കുഞ്ഞഹമ്മദ്, CP പരീക്കുട്ടി ഹാജി, എരഞ്ഞോണ അമ്മദ് ഹാജി, എരഞ്ഞോണ ഖാദിർ ഹാജി, MC ആലിക്കുട്ടി, PK അമ്മദ് കോയ, കല്ലുടുമ്പൻ അബുഹാജി, പൊയിൽ അഹമ്മദ്, KV അബ്ദുള്ളക്കുട്ടി ഹാജി, പയ്യനാടൻ മഹമൂദ് തുടങ്ങി ധാരാളം പേർ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്തവരാണ്. അള്ളാഹു അവരുടെയൊക്കെ ഖബറ് സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നിലവിലെ പഴയ പള്ളി പൊളിച്ചുമാറ്റി പുതിയ പള്ളി പണിയാൻ വേണ്ടി തീരുമാനിച്ചത് മഹല്ല് പ്രസിഡന്റ് മജീദ് ഹാജി കണലാട് ചെയർമാനും കുറ്റുള്ളതിൽ റഫീഖ് ജനറൽ കൺവീനറുമായി നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ച് സാമ്പത്തികമായ സ്രോതസ്സുകൾ കണ്ടെത്തി പുതിയ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട് ബാംഗ്ലൂർ നാഷണൽ ഹൈവേ 766 തലയെടുപ്പോടെ മനോഹരമായി നിൽക്കുന്ന നമ്മുടെ ജുമാ മസ്ജിദ്, അനുബന്ധമായി മദ്രസ, പള്ളിയുടെ സാമ്പത്തിക സൗകര്യങ്ങൾക്കായുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇന്ന് മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം യാത്രക്കാരായ
സ്ത്രീകൾക്ക് നിസ്കരിക്കുവാൻ വേണ്ടി മുസല്ലം നിസാവും നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട്. മതപഠന ക്ലാസുകൾ, മജ്ലിസുന്നൂർ, ദിക്ർ ഹൽക്ക തുടങ്ങി ആത്മീയ ബോധം വളർത്തുന്ന സദസ്സുകളുമായി നമ്മുടെ പള്ളിയും മദ്രസയും ദീനീ രംഗവും ഇന്ന് സജീവമാണ്. ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ മഹല്ലിനെ കൈപിടിച്ചു കൊണ്ടുവന്ന് സമീപകാലത്ത് നമ്മോട് വിട പറഞ്ഞവരാണ് ദീർഘകാലം മഹല്ല് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുകയും മഹല്ല് പ്രസിഡന്റ് പദവി അടക്കം വഹിക്കുകയും ചെയ്ത KV അബ്ദുള്ളക്കുട്ടി ഹാജി, സുദീർഘമായ ഒരു കാലഘട്ടം മഹല്ലിന്റെ ട്രഷറർ സ്ഥാനം വഹിച്ചിട്ടുള്ള VK അഹമ്മദ് കുട്ടി ഹാജി എന്നിവർ. നിലവിലുള്ള നമ്മുടെ മഹല്ല് കമ്മിറ്റി അബ്ദുൽ മജീദ് ഹാജി കണലാട് പ്രസിഡന്റും AK അഹമ്മദ് കുട്ടി ഹാജിയും KP മുഹമ്മദ് ഹാജി പട്ടരാട് വൈസ് പ്രസിഡന്റുമാരും, പുറായിൽ മുഹമ്മദ് ഹാജി ജനറൽ സെക്രട്ടറിയും, അബ്ദുറഹിമാൻ കുഞ്ഞിയും മുത്തു അബ്ദുൽ സലാമും ജോയിന്റ് സെക്രട്ടറിമാരും, വളപ്പിൽ മൊയ്തീൻ ഹാജി ട്രഷററും, എടയാട്ട് മുഹമ്മദ് ഹാജി, OKC ആലി, VK അഹമ്മദ് ബിച്ചി, ഈ നബിദിന പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ നാസർ പാട്ടത്തിൽ, സ്വാഗത സംഘം ജനറൽ കൺവീനറും മദ്രസ PTA പ്രസിഡന്റുമായ ഷമീർ വളപ്പിൽ, സ്വാഗത സംഘം ട്രഷറർ VK ഷെരീഫ്, കുഞ്ഞാറു, അബ്ദുറഹിമാൻ കൂന്തളംതേര് എന്നിവർ അടങ്ങുന്നതാണ്. പുതുപ്പാടി റേഞ്ചിലെ പഠന പാഠ്യേതര മേഖലകളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ നൂറുൽ ഹുദ മദ്രസ നമുക്ക് അഭിമാനമാണ്. ആദരണീയരായ ഉസ്താദുമാർ നമ്മുടെ മക്കൾക്ക് മതപഠനവും അതോടൊപ്പം അവരുടെ കലാ കായിക മേഖലകളിലെ വികാസവും സാധ്യമാക്കി കൊടുക്കുന്നു. മദ്രസയുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ഷമീർ വളപ്പിൽ പ്രസിഡന്റും VC മുജീബ്, അയ്യൂബ് പുലരി, ഷാജഹാൻ മുട്ടായി, വെല്ലൻ മുഹമ്മദ് കുട്ടി, മുതുവാട്ടിൽ അഹമ്മദ് കുട്ടി, ഖാദർ OKC എന്നിവരടങ്ങുന്ന PTA കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ നേതൃത്വമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലായി അടിയുറച്ചു നിൽക്കുന്ന നമ്മുടെ മഹല്ല് സംവിധാനത്തിൽ സമസ്തയുടെ പോഷക സംഘടനകളായ SYS-ഉം SKSSF-ഉം സജീവമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. നമ്മുടെ പള്ളിയുടെയും മദ്രസയുടെയും എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായി ഈ സംഘടനകളുണ്ട്. നമ്മുടെ മഹല്ല് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയവരും സാമ്പത്തിക, ശാരീരിക, മാനസിക സഹായ സഹകരണങ്ങളും പിന്തുണയും നൽകിയവരുമായ ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെയൊക്കെ സേവനങ്ങളെ സ്വീകരിക്കുകയും അവരുടെ ഖബർ ജീവിതവും പരലോക ജീവിതവും സന്തോഷത്തിലാക്കുകയും അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മഹല്ലും പള്ളി മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ അൽ മബദ്ദ എന്ന വനിതാ വളണ്ടിയർ ഗ്രൂപ്പ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്.